എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വിക്രം കുറ്റക്കാരനല്ലാതെ വേദ തെളിയിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുന്നേ വിക്രം ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. വിക്രത്തിനെ രാധയും ദർശനും കൂടിയിട്ടാണ് ജാമ്യത്തിൽ ഇറങ്ങിയാലും വിക്രത്തിനെ പീഡന കേസിൽ പ്രതി പെണ്ണ് പിടിയൻ എന്ന ആ ഒരു പേരിലാണ് ആ നാട്ടുകാരൊക്കെ വിളിക്കുന്നതും. അങ്ങനെ അവനെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അവന് ഭയങ്കര വിഷമം ഇൻസൾട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ എന്താണ് വിചാരിച്ചത്, വെറുതെ വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് കാര്യമില്ല. കാരണം വിക്രം പുറത്തിറങ്ങിയാലും അവൻ്റെ പേരിൽ ഈ പേരിലാണ് അവൻ പിന്നെ അറിയപ്പെടുക. അത് എൻ്റെ ഭർത്താവ് ആ പേരിൽ അറിയപ്പെടാൻ പാടില്ല. വിക്രം ഒരിക്കലും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുറ്റവിമുക്തനായിട്ട് ഒരിക്കലും അവൻ കുറ്റക്കാരനല്ല. ഇനിയുള്ള കാലത്തും അവൻ ഒരിക്കലും ഈ പേരിൽ അറിയപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് രമ്യ എങ്ങനത്തെ ആളാണ്, അല്ലെങ്കിൽ അവൾ എന്തിനാണ് ഇങ്ങനൊരു ചതിയിൽ വിക്രത്തിനെ പെടുത്തിയത്, അത് അന്വേഷിക്കാനാണ് വേദ പുറപ്പെടുന്നത്. അങ്ങനെ രമ്യയുടെ പല ആക്ടിവിറ്റീസും ഇതിനു മുന്നേ രമ്യ ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ വേദ കണ്ടുപിടിക്കാൻ കേട്ടോ. അങ്ങനെ ഇവരുടെ ഒരു നമ്പർ മാത്രമാണ് വേദയുടെ കയ്യിലുള്ളൂ, ഒരു ഫോൺ നമ്പർ. അതും ഇവിടെ വാടകയ്ക്ക് എടുത്ത വീട്ടിലെ ആ ഓണറുടെ കയ്യിൽ നിന്ന് വേദ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പിറ്റേ ദിവസം രാത്രി വീട് ഒഴിഞ്ഞു പോയി, ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും വേദ ആ ഫോൺ നമ്പർ മേടിച്ചിട്ട് അതിൻ്റെ കോളർ ID എടുക്കുമ്പോൾ അതിലെ പേര് എന്ന് പറയുന്നത് വിജയലക്ഷ്മി എന്നായിരിക്കും കേട്ടോ, രമ്യ എന്നായിരിക്കില്ല. വിജയലക്ഷ്മി എന്നാണ് അതിൽ പേരുണ്ടായിരിക്കുക. അപ്പോൾ തന്നെ വേദയ്ക്ക് ഒരു ഡൗട്ട് തോന്നും. അങ്ങനെ വേദ ഇവള് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ പോയിട്ട് ഇവളെ പറ്റി അന്വേഷിക്കും. അങ്ങനെ ഒരു സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കാൻ പോകുമ്പോഴാണ് അവിടുത്തെ HR വേദയുടെ ഫ്രണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ സഹായത്തോടെ വേദ അങ്ങനെ രമ്യ എന്ന് പറയുന്നൊരു സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ രമ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ 6-7 സ്റ്റാഫുകളുണ്ട്. പക്ഷെ ആ 7 ആളും ഇവളല്ലാതെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അടുത്ത ഓപ്ഷൻ വിജയലക്ഷ്മി എന്നുള്ള പേര് വെച്ച് നോക്കലായിരുന്നു. വിജയലക്ഷ്മി എന്നുള്ള പേര് വെച്ചിട്ടും ഇവർ നോക്കുമ്പോൾ അതിൽ അങ്ങനെ ഒരു ഒറ്റ സ്റ്റാഫേ ഉള്ളൂ. പക്ഷേ ആ സ്റ്റാഫിൻ്റെ ഫോട്ടോ അവൈലബിൾ അല്ല. അങ്ങനെ ആ സ്റ്റാഫിനെ വിളിച്ചു വരുത്തുമ്പോൾ അത് ഈ പെണ്ണല്ല എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി എന്താ, വേറൊരു വഴിയില്ല ഇവളെ പറ്റി അന്വേഷിക്കാൻ, വേറൊരു വഴിയില്ല. വേറൊരു അഡ്രസ്സോ വേറെ ഒരു ID പ്രൂഫോ ഒന്നും തന്നെ ഇവരുടെ കയ്യിലില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു മൊബൈൽ നമ്പർ മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് വേദ അണച്ച് ഇവളുടെ ഫോണിൽ അവളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാഫ് കടന്നു വരും. ആ സ്റ്റാഫ് ഒരു ഫയലായിട്ടാണ് വരിക കേട്ടോ. ഈ സംസാരിക്കുന്ന ഇടയിൽ ആ സ്റ്റാഫിൻ്റെ കണ്ണിൽ ഈ ഫോണിലെ ഫോട്ടോ ഇങ്ങനെ ശ്രദ്ധയിൽ പെടുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഇത് മേഡത്തിന് അറിയുന്ന ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, എന്താ നിങ്ങൾക്ക് അറിയുമോ എന്ന് വേദ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ അറിയാം, എങ്ങനെ അറിയാമെന്ന് ചോദിക്കുക. ഇതൊക്കെ ഒരു വർഷം മുന്നേ ഇവളൊക്കെ ഫേമസ് ആയതല്ലേ. അപ്പോൾ എന്താ, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായൊരു മോഷണ കേസിലെ പ്രതിയാണ് എന്ന്. ഒരു സ്വർണ്ണക്കടയിൽ പോയി മോഷ്ടിച്ചിട്ട് അവിടുന്ന് പിടിച്ചൊരു പെൺകുട്ടിയാണ്. ഒരു വർഷം മുന്നേ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഈ വീഡിയോസ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളടുത്ത് ആ വീഡിയോ ഉണ്ടോ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷേ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുമായിരിക്കും, ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ തന്നെയാണ് അത്. അപ്പോൾ ഇവളൊരു പെരും കള്ളിയാണെന്നത് വേദയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ വീഡിയോൻ്റെ ലിങ്കൊക്കെ വേദ അയാളിനെ ചോദിച്ച് മേടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേദ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വേദ അവിടെ അവരുടെ SIനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ SIനെ കാണാൻ പോയിട്ട് വേദ അയാളോട് പറയുന്നുണ്ട്, വേദേനെ ആൾക്ക് ഓൾറെഡി അറിയാം. കാരണം ഇങ്ങനെ ഒരു ജില്ലാ ജഡ്ജിയുടെ മകളായതുകൊണ്ട് വേദേനെ ഓൾറെഡി അവർക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കേസ് പെട്ടത് സാർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ, പക്ഷേ ആ കേസിൻ്റെ പേരിൽ വേദ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊരു ജെനുവിൻ കേസായിരുന്നല്ലോ. സാക്ഷികളൊക്കെ സാക്ഷികളാണ്, ഒക്കെ നാച്ചുറലായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ അത് സംഭവം ശരിയാണെന്നെ തോന്നുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ സാറ് അത് അങ്ങനെ, എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആരോ അവനെ ട്രാപ്പിലാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, ഇങ്ങനെ കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ തെളിവുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ എന്താ അത് സാർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
എൻ്റെ ഹസ്ബൻഡ് അന്ന് രാത്രി കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ നല്ല സ്മെല്ലുണ്ടായിരുന്നല്ലോ അന്ന് ഇയാൾ തിരിച്ചു ചോദിക്കുമ്പോൾ അതെ. പക്ഷേ ആളുടെ വൈദ്യപരിശോധന നടത്തിയത് 2 ഹോസ്പിറ്റലിൽ നിന്നാണ്. 2ലും നെഗറ്റീവാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലഡിലൊരു അംശം പോലും ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുടിച്ചു എന്ന് ഇവർ പറയും? അപ്പോൾ തന്നെ ഈ പോലീസുകാർക്ക് ഒരു സംശയം തോന്നുന്നതല്ലേ. പക്ഷേ ആ പോലീസുകാരൻ അങ്ങനെയൊന്നും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡിനോടുള്ള പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ കേസ് അയാൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ കേസിൻ്റെ ശരിയായ വശങ്ങളൊന്നും അദ്ദേഹം അന്വേഷിക്കാനോ ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് വിക്രത്തിന് പറയാനുള്ളത് കൂടി അയാൾ കേട്ടിട്ടില്ല. എൻ്റെ ഭർത്താവിനെ തല്ലി ചതയ്ക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ആൾ ആ കേസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഈ കേസിൽ വിക്റ്റിമായിട്ടുള്ള കുട്ടി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു പെരുങ്കള്ളിയാണ്. അങ്ങനെ ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവളുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആകുമ്പോൾ ഇയാൾക്ക് ഈ റിസൾട്ടും ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ബലൂണിൽ ആൽക്കഹോൾ ആക്കിയിട്ട് വിക്രത്തിൻ്റെ മേത്തേക്ക് ഇറങ്ങിയതാണെന്നുള്ളത് ഇതൊക്കെ വേദ പറഞ്ഞു കൊടുക്കുമ്പോൾ സാറിന് പോലീസിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ ഈ കേസ് അന്വേഷിച്ച ആളെ വിളിച്ചു വരുത്തുകയാണ്. ഒപ്പം ആ കുട്ടീനെ വിക്റ്റിമായ കുട്ടീനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു വരുത്തുകയാണ് ഓഫീസിലേക്ക്. അങ്ങനെ ഇയാളെ നല്ല ഫയർ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കും, ഇയാളുടെ ശരിക്കുള്ള പേരെന്താണ്, എന്തുണ്ടായത്, ഇങ്ങനെ ഒരു ആൽക്കഹോൾ കണ്ടൻറ്റ് പോലും അയാളുടെ ബ്ലഡിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഈ കേസ് തെളിയിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾക്കൊരു ഉത്തരവുമില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട് അതിന് ഇയാൾ പേഴ്സണൽ റിവെഞ്ച് തീർക്കുകയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡിനെ തല്ലി ചതയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം ആൾക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ ഈ കേസ് നല്ല ശരിക്കുള്ളതാണോ അത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണോ എന്നൊന്നും അയാൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറയാണ് ഇവളൊരു പെരുങ്കള്ളിയാണ്. ഇവളുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മിയാണെന്നും ഇവളുടെ പേരിൽ ഇവളുടെ സ്ഥലത്ത് പല ജില്ലകളിലായിട്ട് 6-7 കേസുകൾ ഇവളുടെ പേരിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങളുടെ വിക്റ്റിം? ഇവളുടെ വാക്ക് കേട്ടിട്ടാണോ നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ വിക്റ്റിമിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല എന്നൊക്കെ ചോദിച്ച് അയാൾ നന്നായി ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പം രമ്യ പറഞ്ഞ പെൺകുട്ടിക്ക് മനസ്സിലായി അവൾ പെട്ടുപോയി എന്ന് മനസ്സിലായി. അങ്ങനെ അവളെ വീണ്ടും ഒരു വനിതാ കോൺസ്റ്റബിളിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഇവളെ ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ ഇവൾ പറയുന്നുണ്ട്, ഞാൻ പലവട്ടം സ്റ്റേഷനിൽ ജയിലിലൊക്കെ കടന്നിട്ടുള്ളതാണ്. ഇനി അങ്ങനെ കിടക്കാൻ വയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുറത്തിറങ്ങിയപ്പോൾ ഒന്നിനും കാശില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വിക്രമിൻ്റെ ഒരു ശത്രു, അതായത് വിക്രമിന് നാട്ടിൽ തന്നെയുള്ള ശത്രുവാണ്, രാധേനെയൊക്കെ കല്യാണം ആലോചിച്ച് വന്ന ആ പയ്യൻ, ആ ഒരു ചെറുക്കനാണ് ഇവൾക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ നേരെ അടുത്തുള്ള വീട്ടിൽ താമസമാക്കണമെന്നും ഇങ്ങനെ വിക്രമിനെ വാട്ടർ ബലൂണിൽ ചാരായം ആക്കിയിട്ട് വിക്രമിൻ്റെ മേത്ത് എറിഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറ്റും. അപ്പോൾ നീ അവനെ അവിടെ അടച്ചു പൂട്ടിയിട്ട് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ എനിക്ക് ഒരുപാട് കാശ് തന്നത്. അതുപോലെ ഞാനത് ചെയ്തു. അവൻ പറഞ്ഞിട്ടാണ് ഒക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവൾ മാപ്പ് സാക്ഷി ആവട്ടും. പിന്നെ പോലീസുകാർ ഇവരെ കണ്ടുപിടിച്ച് പിടിക്കും. ഇവളേനെയും അതേപോലെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യും. ഈ കൂട്ടാളികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, നീ ചെയ്തത് വലിയൊരു കാര്യമാണ്, പോലീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഞങ്ങളുടെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വിക്രമിന് ഇനി ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല, വിക്രം നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, സാറിന് മാത്രം മനസ്സിലായ കാര്യമില്ലല്ലോ, ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടണമെങ്കിൽ സാറിന് വന്ന് പറയണം, അല്ലാതെ ആരും പത്രമൊന്നും വായിക്കുന്നവരാവില്ല, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വിക്രമിന് ഈ പേരുദോഷം കൊണ്ട് നടക്കേണ്ടി വരും, അതുകൊണ്ട് സാറിനെ വന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാർ ഈ പെൺകുട്ടീനെയും ക്രിമിനൽസിനെയും കൂട്ടിയിട്ട് ആ നാട്ടിൽ വന്നിട്ട് വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന എപ്പിസോഡ്സൊക്കെയാണ് വരുന്നത്. അങ്ങനെ വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നുണ്ട്. വിക്രമിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ SI പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ കാരണമാണ് ഇപ്പോൾ ഈ കേസ് തെളിഞ്ഞതും നീ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായതും, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ്, അവൾ നിന്നെ എവിടെയും അവിശ്വസിച്ചിട്ടില്ല, നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വേദ, നീ അതൊരിക്കലും മറക്കരുതെന്നൊക്കെ പറയുമ്പോൾ വിക്രമിന് വേദയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങുന്നു. അപ്പോൾ വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്